ഹായ് കൂട്ടുകാരെ, ആച്ചി വ്ളോഗ്സിലേക്ക് സ്വാഗതം. മീൻ വെച്ചിട്ടുള്ള ഒരു അച്ചാറാണ് ഞാനിന്നിവിടെ ചെയ്യുന്നത്. ചൂര മീനിലാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത്. 1.5 കിലോയോളം ചൂര മീനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വന്നോളൂ. ആദ്യം മീൻ കഴുകി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിടും. പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ ചതച്ച വെളുത്തുള്ളിയും 1 സ്പൂൺ ചതച്ച ഇഞ്ചിയും ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് തന്നെ ഇടണം. ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഉപ്പും മുളകും ഒക്കെ നല്ലവണ്ണം അതിൽ പിടിക്കും. 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്കതൊന്ന് വറുത്തെടുക്കാം. കുറേശ്ശെ ഒരു പാനിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. ഒരു 1/4 ഭാഗത്തോളം വെന്താൽ മതി. വെന്ത് കഴിഞ്ഞു നമുക്ക് കോരിയെടുക്കാം. എല്ലാം ഇതുപോലെ വറുത്തെടുക്കാം. അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് നമ്മൾ മീൻ വറുത്ത എണ്ണയുടെ ബാക്കിയുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണയിലേക്ക് 1 സ്പൂൺ കടുകും ഇട്ട് 1/4 സ്പൂൺ ഉലുവയും ഇട്ട് 3 സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 3 സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് നന്നായി ഒന്ന് വശക്കിയെടുക്കാം. അതിലേക്ക് നമുക്ക് 2-3 പച്ചമുളക് കൂടി കീറി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലവണ്ണം മൊരിഞ്ഞതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം. അതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ കായപ്പൊടിയും ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വറുത്ത് മാറ്റി വച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീനും ആ ഗ്രേവിയും കൂടി നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വിനാഗിരിയോളം ഞാൻ ചേർക്കുന്നുണ്ട്. 250 ഗ്രാമോളം വരും. ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം വിനാഗിരി ഒന്ന് തിളച്ച് വരുമ്പോൾ ഇത് വാങ്ങി വയ്ക്കാം. അച്ചാർ നല്ലവണ്ണം തണുത്തതിന് ശേഷം കഴുകി ഉണക്കിയ ഒരു കുപ്പിയിലേക്ക് നമുക്ക് കോരി മാറ്റാം. എങ്ങനെയുണ്ട് കൂട്ടുകാരെ ഈ റെസിപ്പി? നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കണേ. താങ്ക് യു.